വിദ്യാർത്ഥി ആയതുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒടുവിൽ ഒരു പാട്ട് പാടാമെന്ന് ഞാൻ കരുതുന്നു അല്ലേ? തുടക്കത്തിലെ വേണ്ട, ക്ലാസ്സിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, സ്റ്റുഡൻസ് ആയതുകൊണ്ട്. സെക്കൻഡ് ടൈം എന്താ അപ്ലൈ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ സാറിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കാണുമല്ലോ, അങ്ങനെ കണ്ടപ്പം കൊള്ളാൻ തോന്നി. പക്ഷെ എവിടെയെങ്കിലും അടൂരായിരുന്നല്ലോ സെൻറ്റർ, അപ്പം ഇവിടെയെങ്കിലും സെൻട്രലായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ എനിക്ക് ശരിയാവുമെന്നും തോന്നിയില്ല. പിന്നെയും ഒന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കറക്റ്റ് 2024 ആണെന്ന് തോന്നുന്നു. 24 ഇവിടെ ക്ലാസ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ കിട്ടിയെന്ന് വിശ്വസിക്കത്തുള്ളൂ, അല്ലാതെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ല എൻ്റെ. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത നീരജയാണ്. ജൂൺ 2025 സൈക്കിളിലെ നെറ്റ് വിജയിയാണ്. നീരജ, സ്വാഗതം. താങ്ക് യു സർ. മ്യൂസിക്കിലെ വിദ്യാർത്ഥി ആയതുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒടുവിൽ ഒരു പാട്ട് പാടാമെന്ന് ഞാൻ കരുതുന്നു അല്ലേ? തുടക്കത്തിലെ വേണ്ട, ക്ലാസ്സിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, സ്റ്റുഡൻസ് ആയതുകൊണ്ട്. നോക്കാം, ഓക്കെ? അപ്പോ ആദ്യത്തെ ചോദ്യം, ഈ നെറ്റ് പരീക്ഷ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? എങ്ങനെയാണ് പഠിച്ചു വന്ന ഇതുവരെ PG ചെയ്തതും ഏത് അധ്യാപകരുടെ കീഴിലാണ് പഠിച്ചത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയാം. ഓക്കെ, എൻ്റെ BA ആൻഡ് MA മ്യൂസിക്കിലാണ് ഞാൻ ചെയ്തത്. കർണാട്ടിക് മ്യൂസിക് ഇവിടെ വിമൻസ് കോളേജിലാണ് രണ്ടും ചെയ്തത്. പിന്നെ ഓൾസോ ഞാനിപ്പം ഇടയ്ക്ക് KVയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ട്യൂഷൻസും ക്ലാസ്സസും അതുപോലെ കച്ചേരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇതിപ്പോൾ എൻ്റെ 3rd അറ്റംപ്റ്റ് ആണ്. ഇപ്പം നെറ്റ് ക്ലിയർ ചെയ്തത് 3rd അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ PG കഴിഞ്ഞ ടൈമിൽ ഒന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കാഷ്വലായിട്ട് ചുമ്മാ ഒന്ന് പോയി അപ്ലൈ ചെയ്തു, അങ്ങനെ എഴുതി. അതും ഞാൻ ഫസ്റ്റ് പേപ്പറൊക്കെ പഠിച്ചത് ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കാഷ്വലായിട്ട് നോക്കും, മാത്സിൻ്റെ കാണുമ്പോഴത്തേക്ക് മറിച്ച് കളയും. പിന്നെ എനിക്ക് വായിച്ചാൽ മനസ്സിലാവും എന്നുള്ള സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാതെ 190 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കട്ട് ഓഫ് നന്നായിട്ടുണ്ട്, 210 എന്തോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് അത്രയും കിട്ടിയെങ്കിലും എവിടെയെങ്കിലും പോയാൽ നന്നായിരിക്കും തോന്നി. പക്ഷെ എന്നിട്ടും പോയില്ല. എന്നിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ഒന്നുകൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര ടഫായിരുന്നു. പിന്നെ ഇടയ്ക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറേ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5 ഇയേഴ്സോളം ഗ്യാപ്പ് വന്നു. ഒരു 2021 ഞാൻ MA പാസ്സായത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത്രയും ഗ്യാപ്പ് വന്നപ്പോൾ പിന്നെ എന്നാൽ ഒന്നുകൂടെ, അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് നെറ്റ് ലാസ്റ്റ്, അതായത് സെക്കൻഡ് ടൈം എന്താ അപ്ലൈ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ സാറിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കാണുമല്ലോ, അങ്ങനെ കണ്ടപ്പം കൊള്ളാൻ തോന്നി. പക്ഷെ എവിടെയെങ്കിലും അടൂരായിരുന്നല്ലോ സെൻറ്റർ, അപ്പം ഇവിടെയെങ്കിലും സെൻട്രലായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ എനിക്ക് ശരിയാവുമെന്നും തോന്നിയില്ല. പിന്നെയും ഒന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കറക്റ്റ് 2024 ആണെന്ന് തോന്നുന്നു. 24 ഇവിടെ ക്ലാസ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ നേരെ എന്നാ പിന്നെ അത് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ എന്തായാലും ഇവിടെ ഒരു ക്ലാസ് തുടങ്ങുന്ന, എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാളത്തെ ഗ്യാപ്പും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പോയി പഠിക്കുന്നതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അതുപോലെ നടന്നു, ലക്കിലി. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിലെ എൻവയോൺമെന്റ്? ഈ പഠനത്തില് ക്ലാസ്സിലെ എൻവയോൺമെന്റും സ്റ്റുഡൻസും അധ്യാപകരും എങ്ങനെ ഹെൽപ്പ് ചെയ്തു? നല്ലതായിരുന്നു. മീൻസ് സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളിപ്പം എന്തായാലും എല്ലാവരും PG ഗ്രാജുവേറ്റ് ആണല്ലോ, അവിടെ വരുന്നവരല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റിയും പിന്നെ ഈ സ്കൂളിലുള്ള പോലത്തെ അല്ലെ കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാൾ പഠിക്കുമ്പോൾ മറ്റേ ആൾക്ക് കിട്ടല്ലേ എന്ന് വിചാരിച്ച് പഠിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പം ഒരാൾക്ക് ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും ഞാൻ ഇവിടെ കണ്ടത്. കോമ്പറ്റീഷനോ റാങ്ക് നേടുന്നതിനുള്ള പരീക്ഷയല്ല, ഇന്ത്യയെമ്പാടുമുള്ളവരാ മത്സരിക്കുന്നത്. അതെ, അതുകൊണ്ടാവാം. ബട്ട് സ്റ്റിൽ ആലോചിക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, വേണേ അവർക്ക് വിചാരിക്കും ഓക്കെ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും എക്സാംസ് കാണും, അപ്പോൾ എനിക്ക് ടോപ്പർ ആവണം നമുക്ക് എല്ലാവർക്കും തോന്നാം പക്ഷെ എന്നാലും വേറൊരാൾക്കൊരു സംശയം വരുമ്പോഴോ അല്ലെങ്കിൽ പറയാതിരിക്കുന്നവർ എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവിടെ. അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ സ്പെഷ്യലി എനിക്ക് ആതിര മിസ്സിനെ മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു.
എല്ലാവരെയും, എല്ലാ ടീച്ചേഴ്സും, എസ്പെഷ്യലി ആതിര മിസ്സിന് എനിക്ക് ഒരു പ്രത്യേക താങ്ക്സ് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പം എല്ലാ ദിവസവും ഒരേ മൈൻഡിലിരുന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പറ്റുമോ, നമ്മളെ കൊണ്ട് ഞാനാണെങ്കിൽ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു തോട്ടുള്ള കൂട്ടത്തിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ കിട്ടിയെന്ന് വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ഒരു പ്രതീക്ഷ വെച്ചിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ല എൻ്റെ. അതിൻ്റെതായുള്ള ഗുഡ് സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്. പക്ഷെ ടീച്ചർ എക്സാം കഴിയുന്ന ടൈമിലാണെങ്കിലും കട്ട് ഓഫ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നീരജ കിട്ടും. അപ്പോൾ ഞാൻ മിസ്സിനോട് പറയും, മിസ്സേ റിസൾട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക്. പക്ഷെ മിസ്സ് ഭയങ്കര ഷുവറായിരുന്നു കിട്ടും. എന്നാലും എനിക്ക് കിട്ടുമോ അല്ലെ കിട്ടിയില്ലെങ്കിലോ എക്സ്പെക്ട് ചെയ്യാനുള്ളൊരു പേടി. പക്ഷേ അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും മിസ്സാണെങ്കിലും അഭിജിത്ത് സാറാണെങ്കിലും സാറ് വരുമ്പോഴാണെങ്കിലും വലിയൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഞാൻ നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ എല്ലാം കവർ ചെയ്യും. നമ്മുടെ ഈ സൂര്യൻ്റെ അടിയിലുള്ളതെന്ന് പറയുന്ന പോലെ സൂര്യന് ചുറ്റുമുള്ള എല്ലാം കവർ ചെയ്യും. പക്ഷെ ആ ഒരു പ്രഷർ കയറി ഇരിക്കുമ്പോഴേ അയ്യോ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, അയ്യോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ട് എണ്ണിപ്പിച്ച് നിർത്തുമോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യത്തില്ല. എന്നാൽ പഠിക്കാനും പറ്റും, പക്ഷേ പ്രഷർ ഫീൽ ചെയ്തിട്ടില്ല. സോ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ വൈസ് ആണെങ്കിലും കുട്ടികളോടുള്ള അപ്രോച്ചും പഠിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ മറ്റു പലരും പറഞ്ഞ പോലെ എനിക്ക് സിലബസ് ഉള്ളതായിട്ട് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ടീച്ചേഴ്സൊക്കെ പറയും സിലബസ് എടുക്കണം, സിലബസ്. ഞാൻ ആലോചിക്കും സിലബസ് ഒക്കെ ഉണ്ടല്ലേ. എന്നിട്ട് ഞാൻ ഏതാണ്ട് ഒരു മാസം ഇവിടുന്ന് സിലബസ് തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അന്നേരം എടുക്കുമായിരുന്നു എനിക്ക് സംശയമാണ്. പക്ഷെ അത് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എത്ര കവർ ചെയ്ത് പോകുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ നമുക്ക് അറിയാം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരും. മറ്റത് റാൻഡമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴേ ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു അടുക്കും ചിട്ടയും വന്നു. അതുപോലെ ആതിര ടീച്ചറിനെ പറ്റി എനിക്കും പറയാൻ നിവൃത്തിയില്ല. ശരിക്കും അങ്ങനെ ഒരാൾ ടീം മെമ്പർ ആവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്ന് ഞാനും I+ലെ മുഴുവൻ ടീമും ലീഡർഷിപ്പ് ടീമും ചിന്തിക്കുന്നത്. ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്നും I+ന്റെ ലീഡർഷിപ്പ് ടീമിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് നന്ദിയും സ്നേഹവും ബഹുമാനവും ഞങ്ങൾ സമർപ്പിക്കുന്നു. അല്ലേ ടീച്ചർ ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് തിരുവനന്തപുരത്തെ ക്ലാസ്സുകളിൽ. ബിയോണ്ട് പ്രോമിസസ് ആയിട്ട് ഈ നമ്മൾക്ക് ചെയ്യേണ്ട കമ്മിറ്റ്മെന്റുകൾ മാത്രമല്ല, അതിനേക്കാൾ മുകളിൽ എന്ത് ചെയ്യാം എന്നുള്ള ഒരാളാണ്. താങ്ക് യു. എല്ലാ അധ്യാപകരും ഉണ്ട്, എടുത്തു പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, ബാക്കി ആരും പെണങ്ങല്ലേ. ഡൗട്ടൊക്കെ ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ആള് ഞാനാണ്. അതെനിക്ക് പണ്ട് തൊട്ടേ അങ്ങനത്തെ എന്തെങ്കിലും അറിയത്തില്ല ഞാൻ ചോദിക്കും. അത് ചോദിച്ചിട്ടില്ല പിന്നെ അതെ. പക്ഷെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു തരുന്ന അത്രയും ഉറപ്പുള്ളതുകൊണ്ടും കൂടാണ്, നമുക്ക് അതിനുള്ളൊരു സ്പേസ് തരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഞാനേ വിട്ടുപോകും അതിന്റെ കാര്യം, ചോദിച്ച കാര്യം. പക്ഷെ മിസ് ഇങ്ങനെ പറയാം, ഇതിങ്ങനെയാണ്, എടാ നേരത്തെ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് മൊത്തം ടീച്ചേഴ്സിന് എല്ലാവർക്കും അങ്ങനത്തെ. ടീം നീരജയിലുള്ള ആളാ. എനിക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിലും ചിലപ്പോൾ ചോദിച്ചാൽ ഏറ്റവും ഡൗട്ട് ചോദിക്കുന്ന ആള് ഞാനായിരിക്കാം. അപ്പൊ ഒരു സമാധാനമുണ്ട്. അത് ചോദിച്ചറിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അതിങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ബാക്കി പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഉൾക്കൊണ്ട് ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഈ ഡിഫിക്കൽട്ട് ഏരിയാസ് ഞാൻ എല്ലാവരോടും ചോദിക്കുമായിരുന്നു. നീരജയോടൊന്ന് തിരിച്ചു ചോദിക്കാം. ഈ മ്യൂസിക് ആണെങ്കിലും പേപ്പർ 1 ആണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഏരിയകൾ ഏതൊക്കെയായിരുന്നു? ഈ യൂണിറ്റുകൾ ഏതാണ്? അതെങ്ങനെ അപ്രോച്ച് ചെയ്തത്? എനിക്ക് ഇവിടെ കോച്ചിങ്ങിന് വരുന്നതിന് മുന്നേ വരെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, പിന്നെ പീപ്പിൾ ഡെവലപ്മെന്റിനെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാവാം അതിൽ കുറച്ചൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആയിരുന്നു എനിക്ക്. മ്യൂസിക്കിൽ എനിക്ക് മൊത്തം എന്റെ പേപ്പറാണ് എനിക്ക്. അതായത് മ്യൂസിക്കില് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ഹോൾ ആയിട്ടുള്ള മ്യൂസിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം രവീന്ദ്ര സംഗീതം, കർണാടക സംഗീതം, മറ്റേ കഥകളി സംഗീതം, അങ്ങനെ കുറെ ഉണ്ട്, ഹിന്ദുസ്ഥാനി എല്ലാം ഉണ്ട്. പിന്നെ 75 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളുടെ കർണാട്ടിക് മ്യൂസിക്കിന്റെ. ആ ഒരു പോർഷൻ കുറച്ചധികം ഇഷ്ടമാണ്. അപ്പൊ അതിനെക്കാട്ടിലും എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ ഈ പറഞ്ഞ പോലെ കോച്ചിങ്ങിന് വരുന്നതിന് മുന്നേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ചൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. റിസർച്ചൊക്കെ പഠിക്കാനും കൂടെ ഞങ്ങൾക്ക് പ്ലസ് 2 ഞങ്ങൾക്ക് അല്ലാതെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രസമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടെ വന്ന് മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ലോജിക്കലിന്റെ ക്ലാസ് ആണ്. അതായത് ടൈം വെച്ച് നോക്കുമ്പോഴേ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയത് ആ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ലോജിക്കൽ റീസണിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എനിക്ക് അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കണക്കിന്റെ കാര്യം പറയുന്ന പോലെ കണക്ക് അറിയാവുന്നവർക്ക് ഈ ചെയ്തൊക്കെ കഴിയുമ്പോൾ ഒരു രസം തോന്നുന്നു അറിയത്തില്ല. അതേപോലെ ലോജിക്കൽ റീസണിങ്ങിൽ പ്രത്യേകിച്ച് ആ ഫാലസിയുടെ സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ക്ലാസ് ഇരുന്നിട്ട് എടാ ഇതിപ്പോ ഇന്ന ഫാലസിയാണ്, ഇത് റെഡ് ഹെറിംഗ് ആണ്, ഇത് സ്ട്രോമൻ ആണ്, മറ്റേ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട് അത് നല്ല രസമായിരുന്നു. മാത്രമല്ല ആ ഹോൾ യൂണിറ്റ്, ആ ഒരു ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന ഒരു പോർഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മറ്റേത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും വെളിയിൽ നിന്ന് അല്ലെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. മാത്സ് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നത് മാത്സ് ആണ്. കൊച്ചിലത്തെ ബേസ് ഇല്ലായ്മയും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആവണമെന്നില്ല. അയ്യോ അല്ലല്ല ചെറുതിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരേ രീതിയിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. അപ്പം എൻ്റെ ബേസ് കുറച്ച് മോശമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിലും ഞാൻ അയ്യോ എന്നൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. മറ്റേത് ഞാനിങ്ങനെ ആലോചിക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ, പക്ഷെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തായിരിക്കും. കാരണം ഇടയ്ക്ക് റിലേ പോവും, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കും, പിന്നെയും ചെയ്ത് കഴിഞ്ഞ് ആൻസർ കറക്റ്റ് ആകുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കും അയ്യോ ഇത് ചെയ്യുന്നവരെ കൊണ്ട് ഞാൻ 1 യൂണിറ്റ് 2 യൂണിറ്റ് പഠിച്ചു തീർക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ അതിന് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത്, അതായത് ബാക്കിയുള്ളതിന് കൊടുക്കുന്നതിനും കുറച്ച് എക്സ്ട്രാ ടൈം കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാത്സ് ചെയ്യാൻ പറ്റും. എനിക്ക് ക്ലാസ്സിൽ ഓർമ്മയുണ്ട്, ആദ്യ ക്ലാസ് തൊട്ട് ഞാൻ കയറി വരുന്ന കാണുമ്പോഴേ നീരജയുടെ പകുതി ജീവൻ പോവും. ഞാൻ കണക്കെന്ന് പറയുമ്പോഴത്തേക്ക് നീരജ ജീവിതം തന്നെ വെറുത്തു തുടങ്ങുന്ന മൂഡിലാവും. എങ്കിൽ പോലും ഒരുപാട് എഫേർട്ട് എടുത്ത വിദ്യാർത്ഥിനിയാണ്. ഞാൻ ക്ലാസ്സിലും പറയാറുണ്ട് ഇങ്ങനെ, മാത്സിന്റെ വെയിറ്റേജ് 5 5 10 ചോദ്യമേ ഉള്ളൂ. 300 മാർക്ക് കിട്ടുന്നതിനകത്ത് 20 മാർക്കേ കണക്കിൽ കിട്ടുള്ളൂ. 6.66%. വിഷമിക്കണ്ട, ഇതൊന്നും ശരിയാക്കിയില്ലേലും ഞാൻ മാത്സിന്റെ അധ്യാപകന, മാത്സ് പഠിക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളാ. എങ്കിൽ പോലും ഒരുപാട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനെ ഓർത്ത് തലതല്ലി ചാവണ്ട. അതില് എളുപ്പമുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്പർ സീരീസ്, നമ്മുടെ ലെറ്റർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, ഡയറക്ഷൻ സെൻസ്, പണിയില്ലാത്ത ആള് തെക്കോട്ട് പോകുന്നു വടക്കോട്ട് പോകുന്നു, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറയുന്നു റിലേഷൻഷിപ്പ്, അതിലൊക്കെ നേരത്തെ സ്ട്രോങ് ആയിരുന്നു എന്നും എനിക്കറിയാം. അപ്പോൾ അതിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ സ്ട്രോങ് ഏരിയകളിൽ മാക്സിമം സ്കോർ ചെയ്യുക, വീക്കായിട്ടുള്ള ഏരിയകൾ ഒരു ആവറേജ് ലെവലെങ്കിലും എത്തിക്കാനായിട്ട് പുഷ് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ പഠിച്ചതിന്റെ റിസൾട്ട് തന്നെയായി നെറ്റും JRF ഒക്കെ. നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി ഇവിടെ നെറ്റ് വിജയത്തിലെത്തി. ഇനിയും ഇതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് ഈ മ്യൂസിക് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്നവർക്ക് പേപ്പർ 1 പറ്റി പല ആശങ്കകളും ഉണ്ടാവും. അവരുടെ പേപ്പർ 2 ആത്മാർത്ഥമായിട്ട് അഗാധമായ സ്നേഹം ഉണ്ടാവും. എന്നാൽ ജനറൽ പേപ്പറിന്റെ ന്യൂആൻസസ് അല്ലെങ്കിൽ ആ സിലബസിൽ എന്തൊക്കെ ഉണ്ട്, ഈ പലതും ലോജിക്കൽ റീസണിങ് ഒക്കെ പഠിച്ചപ്പോഴല്ലേ ആ എൻജോയ്മെന്റ് വന്നത്. പുറത്തു നോക്കുമ്പോൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ഫാലസീസ്, ഇന്ത്യൻ ലോജിക്, ഹേത്വാഭാസ, ഇതൊക്കെ എന്ത് ആഭാസമാണെന്ന് തോന്നിയിട്ടില്ലേ? അപ്പൊ കുട്ടികളുടെ അടുത്ത് ഇനി ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഫോക്കസ്ഡ് ഓൺ മ്യൂസിക് ആൻഡ് ആർട്ട്, അതുപോലെ നമ്മുടെ പെർഫോമിംഗ് ആർട്സ് ഒക്കെ ഉള്ളവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? എങ്ങനെ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാം? ഇതിപ്പോ മ്യൂസിക്, ഇപ്പൊ ആർട്സ് ഫീൽഡിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്കാണെങ്കിലും നമ്മൾ കൂടുതലും നമ്മുടെ പേപ്പർ ആയിരിക്കും എക്സാമിന്റെ സമയമൊക്കെ ആവാറാകുമ്പോഴായിരിക്കും നോക്കുന്നത്. അതുപോലെ പേപ്പർ 1 പറ്റി വലിയ ധാരണ കാണത്തില്ല. പ്രത്യേകിച്ചും വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മ്യൂസിക്കും അതേപോലെ ഡാൻസ് അങ്ങനത്തെ എടുക്കുന്നവർക്ക് ഈ മാത്സ് ഒന്നും ഒത്തിരി ചെയ്യേണ്ടതായിട്ട് കാണത്തില്ല. കാണും, റേഷ്യോ ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അലൈഡ് ഡിസിപ്ലിൻസ്, മ്യൂസിക് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞാൽ അലൈഡ് ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മറ്റ് സബ്ജക്ട്സ് ഉള്ള പോലെ, കൊമേഴ്സ് പോലത്തെ ആൾക്കാർക്കുള്ള പോലെ ഒത്തിരി വേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ അതിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ചിലപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണ കാണത്തില്ല. അപ്പോൾ ഈ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഓഫ്ലൈൻ പോകുന്ന നല്ലതായിരിക്കും. അപ്പം അതിനൊക്കെ പോയിട്ട്
ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നമ്മൾ ഏതൊക്കെ എവിടെ വരെ പഠിച്ചു, എത്ര കവർ ചെയ്തു എന്നൊക്കെ ഒരു ധാരണ കാണും. അപ്പം നമുക്ക് ഇത്രയും കവർ ചെയ്തു, അപ്പം ഇനി ഇത്രയും ബാക്കിയുണ്ട് എന്നൊരു ഐഡിയ കിട്ടും. മറ്റേത് നമ്മൾ റാൻഡമായിട്ട്, ഞാൻ നേരത്തെ ഇടയ്ക്ക്, അതായത് ഈ ഫസ്റ്റ് ടൈം ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ വായിക്കും, നമ്മൾ ഈ ബുക്സ് ഒക്കെ വായിക്കുന്ന പോലെ വായിക്കും, മനസ്സിലാക്കും, പോവും. അല്ലാതെ ഭയങ്കര പ്രാക്ടിക്കലായിട്ടൊന്നും അല്ലായിരുന്നു ഞാൻ പഠിച്ചത്. എനിക്ക് അറിയത്തുമില്ലായിരുന്നു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കുറെ കൂടെ അവർ ഇന്ന സംഭവങ്ങൾ ഇന്ന സമയത്ത് പഠിക്കണം എന്നൊരു ഇത് വെക്കുമ്പോൾ, അതേപോലെ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ I+ലായിരുന്നെങ്കിലും എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പേടി തോന്നുന്ന കൈൻഡ് ഓഫ് എക്സാം അല്ല, നമുക്കൊരു രസം തോന്നും. പഠിച്ച് മാർക്ക് കിട്ടും, മാർക്ക് എന്തായാലും കിട്ടും. നമ്മൾ എത്ര എനിക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു ഓറിയന്റേഷൻ പോലെ വെക്കുമ്പോൾ എക്സാം പ്രീ ടെസ്റ്റ്, അന്ന് ഞാൻ പേടിച്ചിട്ടായിരുന്നു. അയ്യോ നമുക്ക് വിചാരിക്കും ഇത്ര ആൾക്കാരുണ്ട്, ഒത്തിരി കുറഞ്ഞാലും നാണക്കേടാണല്ലോ. പക്ഷെ അവരാദ്യമേ പറയും ഇതൊരു നിങ്ങൾക്ക് ഒരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്, വേറെ ആരും വെച്ച് കമ്പയർ ചെയ്യാനല്ല. അതേപോലെ കമ്പയർ ചെയ്യത്തുമില്ല. നമ്മളൊരു പൊതുവായിട്ടുള്ള വേദിയിൽ പറയുക പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതില് താഴെ എത്ര പേരുണ്ട്, ഇതില് മുകളിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്നതല്ലാതെ ഇൻഡിവിജ്വൽ മാർക്കുകൾ ഉറക്കെ പറയുകയോ അല്ല സ്കൂളിൽ പേപ്പർ തരുന്ന പോലെ വിളിച്ചെടുത്ത് വഴക്ക് പറയുകയൊന്നും ചെയ്യില്ല. എന്നാൽ ടോപ്പർക്ക് നമ്മളൊരു ചെറിയ സമ്മാനം, പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു മാത്രം. അതിന്റെ തന്നെ ഒരു ഡിഫറൻസ് കാണാനുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ലാസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ഒരു എക്സാമിന്, ഏത് എക്സാം എനിക്ക് ഓർമ്മയില്ല, 80 സംതിങ് ഉണ്ട്, 86 82 84 അങ്ങാണ്ട് കണ്ടു. അപ്പം ഞാൻ 80+, ഞാൻ 80 ഒക്കെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അന്ന് എക്സാമിന് അന്നാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്കൊരു 50 60s ആ ഒരു ഇതിൽ വരും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ പറ്റും, നമുക്കൊരു കോൺഫിഡൻസ് ആവും. പിന്നെ അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം പേപ്പർ 1ന്റെയും 2ന്റെയും കാര്യമല്ല, നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം നമ്മളെ കൊണ്ട് പറ്റും. അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ വിശ്വസിക്കും. അപ്പം എനിക്ക് ആ വിശ്വാസം കുറച്ച് കുറവുള്ള ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഈ സബ്കോൺഷ്യസ്ലി അത് നമ്മുടെ മൈൻഡ് എടുക്കും എന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മുടെ മൈൻഡ് അങ്ങനെ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെ ആൾക്കാർ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച ഇതൊന്നും വലിയ കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വിശ്വാസം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെ ഒരു ലാസ്റ്റ് മന്ത് ഇരുന്ന് പഠിക്കാതെ നേരത്തെ തന്നെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് വലിയ സ്ലോ പേസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ ഒത്തിരി എഫേർട്ട് ഇട്ട് പഠിക്കണ്ട. പക്ഷെ ഡെയിലി അങ്ങനെ പഠിക്കാന്നുണ്ടെങ്കിൽ അതെന്തായാലും നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു നീരജ ക്യാൻഡിഡ് ആയിട്ടാണ് പറഞ്ഞതെങ്കിലും നമ്മൾ കിട്ടുമെന്ന് വിശ്വസിക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയും വളരെ സ്പീഡിലോ വേഗതയിലോ ഒന്നും പഠിക്കുന്നതിലല്ല കാര്യം. നീണ്ട നാള് ഈ ട്രാക്കിൽ നിലനിൽക്കുകയും ചെയ്യാം. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നീരജയ്ക്കും കരിയറിൽ എല്ലാ നന്മകളും വിജയവും ഒക്കെ ആശംസിക്കുന്നു. മുന്നോട്ടും പഠനയാത്രയിലാണെങ്കിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. JRF ഒക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമം തുടരണം. നീരജ നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഗാനം, നീരജയുടെ ചോയ്സിലുള്ള ഗാനം ആലപിക്കും. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി,